പ്രഭാതമുണരും ഹിമമയഗിരിയിൽ പ്രണവധ്വനി തൻ പ്രദക്ഷിണം. ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. പ്രദോഷമണയും ജപജലധികളിൽ പ്രഭാമയം തവ പ്രദക്ഷിണം. പ്രദക്ഷിണം പ്രദക്ഷിണം പ്രദക്ഷിണം. പ്രപഞ്ച മന്ദിര ഗോപുര നടയിൽ നിരാമയം ദിനം പ്രദക്ഷിണം. പ്രസാദ കുങ്കുമ തിലകം ചാർത്തും ജീവിത നടയിൽ പ്രദക്ഷിണം. കലിയുഗവരദനായ ശ്രീ അയ്യപ്പന്റെ ബാല്യകാല ജീവിതം കൊണ്ട് ധന്യമായ പന്തളം നിരവധി സാംസ്കാരിക ധാരകൾ കൊണ്ടും വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ടും വൈവിധ്യമാർന്ന ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളുടെ നാടായ പന്തളം ഇന്ന് ലോകഭൂപടത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. പന്തളത്തിന് തെക്ക് സ്റ്റേറ്റ് ഹൈവേയിലൂടെ 4 കിലോമീറ്റർ പോയാൽ കുരമ്പാല ദേശമായി. ഇവിടെ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി അതിപുരാതനവും പ്രാക്തന സംസ്കാരത്തിന്റെയും ദ്രാവിഡ ദൈവസങ്കല്പത്തിന്റെയും തിരുശേഷിപ്പുകളെന്ന് വിശേഷിപ്പിക്കാവുന്നതുമായ ഒരു പുണ്യക്ഷേത്രം നിലകൊള്ളുന്നുണ്ട്. അതാണ് കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം. അഭീഷ്ടവരദായിനിയും സർവമംഗളകാരിണിയും ദുഃഖവിനാശിനിയുമായ ഭദ്രകാളിയാണ് ഈ തിരുസന്നിധിയിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നത്. വാൾ, വട്ടക, ശൂലം, പരിച, ദാരികന്റെ ശിരസ്, മണി, ഘട്വാംഗം എന്നിവയേന്തി നിൽക്കുന്ന അഷ്ടബാഹുക്കളോടെയുള്ള ദേവിയുടെ ദാരുശില്പമാണ് മൂലപ്രതിഷ്ഠ. എന്നാൽ സ്വയംഭൂവായ ശിലാവിഗ്രഹത്തിലാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തു പോരുന്നത്. ശിലാപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ദേവീമുഖം ആലേഖനം ചെയ്ത വെള്ളിയങ്കി സ്ഥാപിച്ചിരിക്കുന്നു. ഭക്തജനങ്ങളുടെ ഹിതമറിഞ്ഞ് സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന പുത്തൻകാവിലമ്മയുടെ യശസ് പന്തളത്തിനപ്പുറത്തും ഇന്ന് ഏറെ ഖ്യാതി നേടിയിട്ടുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ തങ്ങളുടെ ഇഷ്ടകാര്യസിദ്ധിക്കായി വഴിപാടുകൾ അർപ്പിക്കാൻ ഇവിടേക്ക് വന്നു ചേരാറുണ്ട്. ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ച് തലമുറകളായി കൈമാറി വന്ന വാങ്മൊഴി വഴക്കങ്ങളും നാട്ടറിവുകളുമാണ് ഏതൊരു പുരാതന ക്ഷേത്രത്തെയും പോലെ ഇവിടെയും അവലംബമാക്കാനുള്ളത്. ആര്യദ്രാവിഡ സംസ്കാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമാണ് ഈ ക്ഷേത്രത്തിനുള്ളതെന്ന് പഴമക്കാർ അവകാശപ്പെടുന്നു. ആര്യാധിനിവേശങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ആദിമ സമൂഹം ആരാധിച്ചിരുന്നത് മലകളിലും മരങ്ങളിലും ജലാശയങ്ങളിലും കുടികൊണ്ടിരുന്ന ദൈവങ്ങളെയായിരുന്നു. ഒരു കാലത്ത് ഇവിടെ ആരാധിച്ചിരുന്നത് മറുത, യക്ഷി, മാടൻ, ആനമർദ, അടവി തുടങ്ങിയ
ദ്രാവിഡ ദൈവസങ്കല്പങ്ങളെയായിരുന്നു. ആര്യാധിനിവേശങ്ങൾക്ക് ശേഷം ആര്യബ്രാഹ്മണർ അനാര്യ ദേവന്മാരെയും ദേവിമാരെയും ഓരോ വൈദിക ദേവതയോടും റിക്കിനോടും സംയോജിപ്പിച്ച് ബ്രാഹ്മണ മതത്തിൽ ലയിപ്പിച്ചു. എന്നാൽ തദ്ദേശീയരായ കൂട്ടായ്മകൾ അവരുടെ വിശ്വാസങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങളിലും കാതലായ മാറ്റം വരുത്താതെ തലമുറകളായി തുടർന്നു പോരുകയും ചെയ്തു. അവർ മാതൃപാരമ്പര്യത്തിന്റെയും അമ്മ ദൈവ സങ്കല്പങ്ങളുടെയും ഉപജ്ഞാതാക്കളായി നിലനിന്നു പോന്നു. ഓരോ കൂട്ടായ്മയും അവരവരുടെ നിലനിൽപ്പിനെ സാധൂകരിക്കത്തക്ക വിധത്തിൽ ആദിമ വിശ്വാസത്തിലും ബോധത്തിലും കുടിയേറിയ ദൈവസങ്കല്പങ്ങളെ തലമുറകളിലേക്ക് കൈമാറിപ്പോരുകയും ചെയ്തു. ഇങ്ങനെ നോക്കുമ്പോൾ ആദിമ സംസ്കാര പാരമ്പര്യത്തിന്റെ ഒരംശമെങ്കിലും കാത്തുസൂക്ഷിക്കാൻ പുത്തൻകാവിലും കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി പ്രദക്ഷിണം ഇടവേളയ്ക്ക് ശേഷം. നിരന്തരമായ പലായനങ്ങളും അധിവാസവും നമ്മുടെ ചരിത്ര നിർമ്മിതിയുടെയും സാംസ്കാരിക സവിശേഷതകളുടെയും ചൂണ്ടുപലകകളാണ്. പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്ര പരിസരവും അത്തരമൊരു ചരിത്ര സ്മാരകത്തിന്റെ ഇടം കൂടിയാണ്. ഒരു കാലത്ത് നരബലി ആചരിച്ചിരുന്ന ഇവിടെ ബുദ്ധമതക്കാരുടെ വരവോടെയാണ് അത് നിലച്ചുപോയതെന്നും പഴമക്കാർ വിശ്വസിക്കുന്നു. അതുപോലെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗങ്ങളിൽ വസിച്ചിരുന്നത് ചോഴിയ പട്ടന്മാരെന്ന ചൂണ്ടപ്പട്ടന്മാരായിരുന്നു അത്രേ. അന്ന് വടക്കോട്ട് ദർശനമായിരുന്ന ദേവിയുടെ ശക്തി കൊണ്ട് ആ വംശം അന്യം നിന്നു പോയി എന്നും പറയപ്പെടുന്നു. അതിനുപരിയായുള്ള വസ്തുത, രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അവർ നിഷ്കാസിതരായിരിക്കാം എന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത്. സംഘകാല സംസ്കാരത്തിന്റെ പരിച്ഛേദമായ ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലും ദേവി ഭാഗവതത്തിലും പരാമർശിക്കുന്ന ഒരു ചരിത്രമാണ് കുരമ്പാല ക്ഷേത്രത്തിനുള്ള മൗലികമായ വ്യത്യാസത്തോടെ ഭദ്രകാളിയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത്. നിരപരാധിയായ തന്റെ പ്രിയതമൻ കോവിലനെ പാണ്ഡ്യരശൻ നിഗ്രഹിച്ചതറിഞ്ഞ് പതിവ്രതകളെയും പശുക്കളെയും ഒഴിച്ച് മധുര രാജധാനിയും അതിലെ സകല ചരാചരങ്ങളെയും തന്റെ കോപാഗ്നിയിൽ ഭസ്മമാക്കിയ കണ്ണകി കൊടുങ്ങല്ലൂരിലെത്തി. കേരളത്തരശൻ 1000 പൊൻപണിക്കാരെ ബലി നൽകി ദേവിയെ സന്തോഷിപ്പിച്ചു. കൃഷ്ണശിലയിൽ തീർത്ത കണ്ണകിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അവിടെയൊരു ക്ഷേത്രം നിർമ്മിച്ചു. കണ്ണകി വിഗ്രഹത്തിലേക്ക് തന്റെ ശക്തി പകർന്നു നൽകിയെന്നും വിശ്വസിച്ചു പോരുന്നു. ആ കൊടുങ്ങല്ലൂർ അമ്മയ്ക്കും പുത്തൻകാവിൽ ഭഗവതിയുമായി ഒരു ബന്ധമുണ്ട്. അതിപ്രകാരമാണ്. കുരമ്പാല പുത്തൻകാവിൽ ക്ഷേത്രത്തിന് സമീപമുള്ള പാലപ്പള്ളിൽ കുടുംബത്തിലെ മഹാതപസ്വിയായ ഒരു ഭക്തൻ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉപാസകനായി തീരുകയും വളരെ കാലം കൊടുങ്ങല്ലൂരിൽ ഭജനം പാർക്കുകയും ചെയ്തു. കഠിന വ്രതാനുഷ്ഠാനങ്ങളാൽ പരീക്ഷണങ്ങൾ അതിജീവിച്ച ഭക്തനിൽ ദേവി സംപ്രീതയായി. ദേവിയുടെ ശക്തിയിലൊരംശം ഭക്തന് നൽകുകയും ചെയ്തു. അതിനെ ശിലയിൽ ആവാഹിച്ച് പട്ടിൽ പൊതിഞ്ഞ് ജന്മദേശത്തെത്തിച്ചേരും വരെ വിവിധ ക്ഷേത്രങ്ങളിലെ പൂജകൾ ഏറ്റുവാങ്ങി ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ദുർഘട പാതകൾ താണ്ടി ജന്മദേശത്തെത്തിച്ചേർന്ന ഭക്തൻ ദേവിയുടെ അനുജ്ഞയെന്നോണം ജന്മസ്ഥലത്തിന്റെ നെറുകയിൽ തന്നെ ദേവിക്ക് ഇരിപ്പിടമൊരുക്കുകയും വിളക്ക് വെച്ച് ആരാധിക്കുകയും ചെയ്തു പോന്നു. ദേവിയുടെ ആഗമന വൃത്താന്തം കേട്ടറിഞ്ഞ ഭക്തജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തി. തുടർന്ന് ഭക്തജനങ്ങളിൽ നിന്നും സമീപസ്ഥരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരിൽ നിന്നും നിത്യനിദാനത്തിന് ഏർപ്പാടും ചെയ്തു. താമസം വിന ഭക്തന് ദേവി ദർശനം നൽകുകയും മൂലസ്ഥാനമായി കൽപ്പിച്ച സ്ഥലത്ത് നിൽക്കുന്ന പ്ലാവിന്റെ ശിഖരം അടർന്നു വീഴുന്ന സ്ഥാനത്ത് ക്ഷേത്രം നിർമ്മിക്കണമെന്ന് അരുളപ്പാടുണ്ടാവുകയും അതനുസരിച്ച് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിൽ പണിതീർത്ത ക്ഷേത്രമാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്.
കുരമ്പയുടെ ആലയം എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ദേശകാല ഭേദം കൊണ്ട് അത് കുരമ്പാലയായി പരിണമിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്നെത്തിച്ചേർന്ന ദേവിയുടെ അംശമായതാവാം ഈ പേരിന് നിദാനമായി നിൽക്കുന്നതെന്നും ഇവർ വിശ്വസിക്കുന്നു. രാവിലെ 3:30 മണിയോടുകൂടി മാരാര് പള്ളി ഉണർത്തുന്നു. പള്ളി ഉണർത്തി കഴിഞ്ഞിട്ട് 5 മണിക്ക് നട തുറക്കുന്നു. അഭിഷേകം, മലർനിവേദ്യം, വിശേഷമന്ത്രങ്ങളെ കൊണ്ട്, അതായത് സൂക്തങ്ങളെ കൊണ്ടുമൊക്കെയുള്ള പുഷ്പാഞ്ജലി. പിന്നീട് ഗണപതി ഹോമനം. 7 മണി 7:45 രാവിലത്തെ പൂജ കഴിയുന്നു. ഉച്ചയ്ക്കും 10 മണി 10:45 ഉച്ചപൂജയും കഴിയുന്നു. 11-11:15 ക്ഷേത്രം നട അടയ്ക്കുന്നു. വൈകിട്ട് 5 മുതൽ 8 മണി വരെയാണ് ക്ഷേത്രത്തിലെ പൂജാ സമയം. അത് പറഞ്ഞതുമാതിരി ത്രിസന്ധ്യ സമയത്ത് ദീപാരാധന കഴിക്കുന്നു. അസ്തമയത്തിൻ്റെ സമയം അനുസരിച്ചിട്ട് ദീപാരാധനയുടെ സമയത്തിന് മാറ്റം വരാറുണ്ട്. പിന്നെ 7 മണി 7:45 അത്താഴപൂജയും കഴിയുന്നു. നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഉപദേവനായ ഗണപതി കുടികൊള്ളുന്നു. ഇഷ്ടകാര്യ സിദ്ധിക്കായും വിഘ്നങ്ങൾ ഒഴിവാക്കാനും ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ എന്ന ചടങ്ങ് ഭക്തജനങ്ങൾ വഴിപാടായി സങ്കല്പിക്കാറുണ്ട്. മീനക്കോണിൽ ഘണ്ടാകർണൻ. ഘണ്ടാകർണനെ ശിവഭൂതഗണത്തിൽപ്പെട്ട ഒരാളായി വിശ്വസിച്ചു പോരുന്നു. നാൽക്കാലികളുടെ സംരക്ഷകനായാണ് ഘണ്ടാകർണനെ കരുതിപ്പോരുന്നത്. നാൽക്കാലികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ അകറ്റാൻ ഭക്തജനങ്ങൾ ഇവിടെ വഴിപാടുകൾ അർപ്പിക്കാറുണ്ട്. നാലമ്പലത്തിന് പുറത്ത് കന്നിമൂലയിൽ മൂർത്തിയുടെ സ്ഥാനമാണ്. ബ്രാഹ്മണേതര വിഭാഗത്തിൽപ്പെടുന്ന ഉപാസകരായ വ്യക്തികൾ മരിക്കുമ്പോൾ അവരെ മൂർത്തികളായി സങ്കല്പിച്ച് ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നു. മൂർത്തിക്ക് വെറ്റില, അടയ്ക്ക, പുകയില, മറ്റു ലഹരി വസ്തുക്കൾ എന്നിവയാണ് ഏറെ പഥ്യം. നാലമ്പലത്തിന് വടക്ക് പടിഞ്ഞാറേ കോണിൽ ദേവിയുടെ ആജ്ഞാനുവർത്തിയും സർവഹിതൈഷിണിയുമായ യക്ഷിയമ്മയുടെ സ്ഥാനമാണ്. ബാലാരിഷ്ടകൾ ഒഴിപ്പിക്കാൻ യക്ഷിയമ്മയ്ക്ക് കരിവളകളും പാവക്കുട്ടിയും വിശ്വാസികൾ വഴിപാടായി സങ്കല്പിക്കാറുണ്ട്. ഗണപതിക്കും ഘണ്ടാകർണനും യക്ഷിയമ്മയ്ക്കും ഉത്തമത്തിൽ നിത്യേന പൂജകൾ ചെയ്യുന്നു. യക്ഷി അമ്പലത്തിന് തൊട്ടടുത്തായി മറുത, മാടൻ, യോഗീശ്വരൻ, അടവി എന്നീ ദ്രാവിഡ ദൈവങ്ങൾക്കുള്ള സ്ഥാനമാണ്. ഉദയാസ്തമന പൂജ, പന്തീരുനാഴി, ചാന്താട്ടം, ചന്ദനം ചാർത്ത്, രക്തപുഷ്പാഞ്ജലി, പുഷ്പാഞ്ജലി, കളഭാഭിഷേകം, ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ, രുതിരക്കലം നേദിക്കൽ എന്നിവ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. രുതിരക്കലം നേദിക്കൽ ഒരു ഔഷധ ചികിത്സ കൂടിയാണത്രേ. വ്യാധികളും അഷ്ടമഹാരോഗങ്ങളും ശമിക്കുന്നതിനായി ഉഗ്രമൂർത്തിയായ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതോടെ രോഗശമനമുണ്ടാകുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. പുതിയ മൺകലം ശുദ്ധവൃത്തിയാക്കിയതിനു ശേഷം ചൂടുള്ള വെള്ള നിവേദ്യം അതിലേക്ക് പകരുകയും തുടർന്ന് മേൽശാന്തി ആ മൺകലം ഭഗവതിക്ക് നേദിച്ചതിനു ശേഷം ഭക്തജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. രോഗി ഔഷധ സേവയോടൊപ്പം ഈ നിവേദ്യം കഴിച്ചാൽ രോഗം വേഗം ശമിക്കുന്നതായി അനുഭവസ്ഥർ പറയുന്നു. രുതിരക്കലം എന്ന വഴിപാട് ഇന്നും ഇവിടെ വളരെ കേമമായി നടത്തപ്പെട്ടു പോരുന്നു. കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ വിശേഷങ്ങളുമായി പ്രദക്ഷിണം ഇടവേളയ്ക്ക് ശേഷം. ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം താഴമൺ മഠത്തിനാണ്. ക്ഷേത്രത്തിന്റെ ഊരാൺമാ അവകാശം പുത്തേത്ത് കുടുംബക്കാർക്കുള്ളതാണ്. ദേവീ ചൈതന്യം ഇവിടെ കുടികൊണ്ട നാൾ നിവേദ്യത്തിന് അരിയും ഉരുളിയും നൽകിയത് പുത്തേത്ത് കുടുംബക്കാരാണത്രേ. അതുകൊണ്ട് പറക്കെഴുന്നള്ളിപ്പിനൊപ്പം പുത്തേത്ത് കുടുംബത്തിലെ ഒരംഗം
ഉടവാളും പരിചയവുമായി അകമ്പടി സേവിക്കുന്ന പതിവുമുണ്ട്. പാലപ്പള്ളിൽ കുടുംബത്തിന് കാലാകാലങ്ങളായി വലിയച്ഛൻ സ്ഥാനം നൽകി ആദരിച്ചു പോരുന്നു. ഇന്നും ദേവിയെ വാളും ചിലമ്പും എടുത്ത് അകമ്പടി സേവിക്കുന്നത് പാലപ്പള്ളിൽ വലിയച്ഛനാണ്. സ്വസ്തിക വിഭാഗത്തിൽപ്പെട്ട ശ്രീകോവിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ശില്പചാതുരിയും കലാമർമ്മജ്ഞതയും ശ്രീകോവിലിന്റെ നിർമ്മിതിയിൽ നമുക്ക് ദർശിക്കാനാവും. ഇതിനു മുൻപിലായി കൃഷ്ണശിലയിൽ ശില്പഭംഗി വരുത്തിയ നമസ്കാര മണ്ഡപമാണ്. ബലിക്കൽ പുര, കളപ്പുര, തിടപ്പള്ളി, കലവറ എന്നിവ അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കലാഭംഗി വാർന്നൊഴുകുന്ന ചിത്രചാരുത ക്ഷേത്രത്തിന് ഏറെ മോടി കൂട്ടുന്നതാണ്. 2005 മാർച്ച് മാസം 23-ാം തീയതി ബുധനാഴ്ച മകം നക്ഷത്രത്തിൽ ക്ഷേത്രതന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഇപ്പോൾ പണി കഴിപ്പിച്ചിരിക്കുന്ന ശ്രീകോവിലിലെ പുനഃപ്രതിഷ്ഠാകർമ്മവും പരിവാരമൂർത്തികളുടെ പ്രതിഷ്ഠാകർമ്മവും നിർവഹിച്ചു. 30 പേരടങ്ങുന്ന ഭരണസമിതിയാണ് ക്ഷേത്രഭരണം നിർവഹിച്ചു പോരുന്നത്. 3 വർഷത്തിലൊരിക്കൽ ചേരുന്ന പൊതുയോഗമാണ് ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത്. പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുരമ്പാല എന്ന പ്രദേശം, ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണ സൗകര്യത്തിനായി ആകെ ഒരു കരയാണെങ്കിലും 3 കരയായിട്ട് ഞങ്ങൾ അതിനെ ഭാഗിച്ചിട്ട് 3 കരകളിൽ നിന്നും 10 പേർ വീതം അടങ്ങുന്ന ഭരണസമിതിയെ ഓരോ പൊതുയോഗവും തിരഞ്ഞെടുക്കുന്നു. 3 വർഷം കൂടിയിരിക്കുമ്പോൾ 10 പേരെ വീതം ആകെ 30 പേരെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കുകയും അതിൽ നിന്നും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ ഇങ്ങനെ 5 എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുത്ത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് ദൈനംദിന ഭരണങ്ങൾ നടത്തുന്നത്. അല്ലാതെ ജനറൽ ബോഡി 30 പേരാണ് ഇതിൻ്റെ ഓരോ വർഷത്തെയും ഭരണ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ആണ്ടുതോറും വ്രതശുദ്ധിയോടെ നടത്തിവരാറുള്ള അനുഷ്ഠാന മഹോത്സവമാണ് പടയണി. കൊട്ടിയും പാടിയും തുള്ളിയും മെയ്യും മനവും മറന്ന് ഗ്രാമമൊന്നാകെ പങ്കാളികളാകുന്ന ഈ അനുഷ്ഠാന കല തീണ്ടലും തൊടിയിലുമൊന്നുമില്ലാതിരുന്ന ഗോത്രവർഗ സമൂഹത്തിന്റെ നല്ല ചിന്തകളെ ആധുനിക യുഗത്തിലേക്ക് പറിച്ചു നടന്നു. ദാരിക നിഗ്രഹാനന്തരം കോപമടങ്ങാതിരുന്ന കാളിയുടെ കോപം ശമിപ്പിക്കുന്നതിനു വേണ്ടി ശിവനും ഭൂതഗണങ്ങളും കൂടി അവതരിപ്പിച്ച പടയണി കണ്ട് കാളിയുടെ കലിയടങ്ങി എന്നാണ് പടയണിക്ക് പിന്നിലുള്ള ഐതിഹ്യം. പടയണിയിൽ വൈദ്യശാസ്ത്രമുണ്ട്, തത്വശാസ്ത്രമുണ്ട്, ജീവശാസ്ത്രമുണ്ട്, കൊട്ടുണ്ട്, മേളമുണ്ട്, നാടകമുണ്ട്, ശബ്ദശാസ്ത്രമുണ്ട്. എന്താ ഇതിനെയൊക്കെ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യം? ഇതിലുപരി മനുഷ്യൻ്റെ പച്ചയായ ജീവിതത്തെ എടുത്തു കാണിക്കുന്ന ഒരെണ്ണമാണ് പടയണി. സമൂഹ മധ്യത്തിൽ നിന്ന് പടയണി കലാകാരൻ നേർക്ക് നേരുള്ള പോരാട്ടമാണ് നടത്തുന്നത്. സദസ്സിൽ നിന്ന് ഇഷ്ടംപോലെ ചോദ്യം വരാം. ഇതിനൊക്കെ തക്കതായ മറുപടി കൊടുക്കണമെങ്കിൽ ഹാസ്യ രൂപേണ കൊടുത്ത് അവരെ ചിരിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അമ്മയുടെ കോപമടങ്ങുമെന്നുള്ള വിശ്വാസം നമുക്കിന്നും നിലനിൽക്കുന്നു. ആ വിശ്വാസത്തെ ആധാരമാക്കിയാണ് പടയണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത ചൂരൽ ഉരുളിച്ച കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ സവിശേഷമായ ഒരു അനുഷ്ഠാനമാണ്. അഞ്ചു വർഷത്തിലൊരിക്കലാണ് ഈ അനുഷ്ഠാനം നടത്തുന്നത്. പടയണി തുടങ്ങി 9-ാം നാളാണ് അടവി എന്ന ചൂരൽ ഉരുളിച്ച ഇവിടെ നടത്തപ്പെടുന്നത്. സംഘകാല പുരോഹിതനായ വേലന്റെ ഉപാസനാമൂർത്തിയാണ് അടവി എന്ന നാട്ടുദേവത. ഒരിക്കൽ ശത്രുദോഷം തീർത്ത വേലൻ കുരമ്പാല ക്ഷേത്രത്തിന് സമീപത്തുകൂടി പോയപ്പോൾ വേലനോടൊപ്പം ഉണ്ടായിരുന്ന അടവിയെ ദേവി സ്വന്തമാക്കി ശക്തി വർദ്ധിപ്പിച്ചു എന്നാണ് ഐതിഹ്യം. പൂർവാധികം ശക്തി സ്വരൂപിണിയായ ദേവിയെ അനുനയിപ്പിക്കാനും അടവിയെ പ്രീതിപ്പെടുത്താനും വേണ്ടിയാണ് 13 നാൾ നീളുന്ന പടയണിയും
ചൂരൽ ഉരുളിച്ച എന്ന അടവിയും ഇവിടെ നടത്തപ്പെടുന്നത്. കാവുകളിൽ നിന്ന് പിഴുതെടുക്കുന്ന മുള്ളുകൾ നിറഞ്ഞ ചൂരലിൽ ഉരുണ്ട് ജീവരക്തം കാളിക്ക് സമർപ്പിക്കുന്ന നരബലിക്ക് സമാനമായ ചടങ്ങാണ് അടവി. കൂടാതെ മീനമാസത്തിലെ അത്തം നാൾ ഇവിടത്തെ മറ്റൊരു ഉത്സവ ദിനമാണ്. അന്നേ ദിവസം വിവിധ തരത്തിലുള്ള കെട്ടുരുപ്പടികൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. മേടഭരണിക്ക് ആറാട്ടോടുകൂടി സപ്താഹയജ്ഞവും രാവിലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൊങ്കാലയും നടത്തിപ്പോരുന്നു. 2011 ശേഷം കുരമ്പാല പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ അടവി മഹോത്സവം ഈ വരുന്ന ഫെബ്രുവരി 26 തീയതി സമുചിതമായി ആഘോഷിക്കുന്നു. वैभवमोहिनी त्रिजगदाम्नाथे विरिञ्जप्रिये वाणी दोषमशेषमाशु कळवानिन् नावेलातादरम् വാണിടേണമതിന്നു നിന്നടിയിൽ വീഴുന്നു ഞാൻ മൂകാംബികേ. സർവാഭിഷ്ട വരദായിനിയും മംഗളകാരുണിയുമായ പുത്തൻകാവിലമ്മയുടെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പ്രദക്ഷിണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. പ്രദക്ഷിണം, അമൃത TV, വഴുതക്കാട്, തിരുവനന്തപുരം 14.